തിരഞ്ഞെടുപ്പെന്ന് പറയുമ്പോൾ അത് വെറും ജയവും തോൽവിയുമല്ല, ഒരു നാടിന്റെ ഹൃദയമിടിപ്പാണ് നമ്മളതിൽ കേൾക്കുന്നത്. അവരുടെ പ്രതീക്ഷകൾ, ആശങ്കകൾ എല്ലാം അതിൽ പ്രതിഫലിക്കും. അപ്പോൾ ശരിയായ വിവരങ്ങൾ വെച്ച് ഒരു നാടിന്റെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം, ഭരണത്തെ എങ്ങനെ കാര്യക്ഷമമാക്കാം, ഇതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലുള്ള പട്ടാമ്പി മണ്ഡലത്തെക്കുറിച്ചാണ്. നമുക്ക് ആഴത്തിലൊന്നിറങ്ങിച്ചെന്ന് അവിടുത്തെ മണ്ണിനും മനുഷ്യർക്കും പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. ഒരു നാടിനെ ശരിക്കും അറിയണമെങ്കിൽ ആദ്യം അതിന്റെ ഭൂമിയെ അറിയണം. ഭാരതപ്പുഴയുടെ ഓരത്ത് ഒരു കാർഷിക സംസ്കാരത്തിൽ ആഴത്തിൽ വേരുകളുള്ള ഒരു നാടാണ് പട്ടാമ്പി. ഇവിടത്തെ ഓരോ മണൽത്തരിക്കും ഒരു കഥ പറയാനുണ്ടാവും. ആ കഥകളൊന്നും കേൾക്കാതെ, അവിടുത്തെ മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണെന്നറിയാതെ നമുക്ക് മുന്നോട്ടു പോകാനേ കഴിയില്ല. ഈ വിശകലനത്തിൽ നമ്മൾ 6 പ്രധാന കാര്യങ്ങളാണ് നോക്കുന്നത്. ആദ്യം പട്ടാമ്പിയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജനവിധി ഉണ്ടായതെന്ന് പഠിക്കും. അതിനുശേഷം മുന്നോട്ടുള്ള ഭരണത്തിന് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കും. അവസാനം നല്ലൊരു നേതൃത്വത്തിലേക്ക് എത്താനുള്ള വഴികളെന്താണെന്നും ചർച്ച ചെയ്യും. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ കണക്കുകൾക്കും ഡേറ്റയ്ക്കുമൊക്കെ അപ്പുറം പട്ടാമ്പിയിലെ ഓരോ വീട്ടിലും ആളുകളെ അലട്ടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അവിടുന്ന് വേണം നമുക്ക് തുടങ്ങാൻ. ഈ കാണുന്ന സംഖ്യ 10,000. ഇത് വെറുമൊരു കണക്കല്ല. കഴിഞ്ഞ 5 വർഷത്തിനിടെ പട്ടാമ്പിയിൽ വറ്റിവരണ്ടുപോയ കിണറുകളുടെ എണ്ണമാണിത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. തലമുറകളായി കണ്ടുവന്ന ജലസമൃദ്ധി ഇല്ലാതാകുമ്പോൾ ഓരോ കുടുംബവും അനുഭവിക്കുന്ന ഒരു നിസ്സഹായതയുണ്ട്. കുടിവെള്ളത്തിനായി ടാങ്കർ ലോറികളെ കാത്തിരിക്കുന്ന അമ്മമാരുണ്ട്. കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വിഷമിക്കുന്ന കർഷകരുണ്ട്. അതാണ് ഈ സംഖ്യയ്ക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം. പട്ടാമ്പിയെ 2ആയിട്ട് മുറിച്ചാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. അതിനു കുറുകെയുള്ള ഈ പഴയ കോസ്വേ 1966-ൽ പണിതതാണ്. ഓരോ മഴക്കാലത്തും പുഴ നിറയുമ്പോൾ ഈ പാലം വെള്ളത്തിനടിയിലാകും. പട്ടാമ്പിയുടെ ഒരു ഭാഗം മുഴുവനായി ഒറ്റപ്പെട്ടുപോകും. ഒരു പുതിയ പാലമെന്നത് പതിറ്റാണ്ടുകളായിട്ടുള്ളൊരു ആവശ്യമാണ്. ഒരുപാട് വാഗ്ദാനങ്ങൾ വന്നുപോയി, പക്ഷെ ഒന്നും നടന്നില്ല. ഇത് വെറുമൊരു ഗതാഗത പ്രശ്നമല്ല, ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ ഒരു നാടിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. പട്ടാമ്പിയിലെ വീടുകളിലേക്ക് ഒന്ന് നോക്കിയാൽ അവിടെ ഒരു സാമ്പത്തിക സമ്മർദ്ദം കാണാം. പഠിച്ചിറങ്ങുന്ന ചെറുപ്പക്കാർക്ക് നല്ലൊരു ജോലിയില്ല. വലിയ പ്രതീക്ഷയുടെ ഗൾഫിൽ പോയ പലരും കോവിഡ് കാരണം തിരിച്ചുവന്നു. ഇനി എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നു. അതിന്റെ കൂടെ സാധനങ്ങളുടെ എല്ലാം വില ദിവസം തോറും കൂടുന്നു. സാധാരണ കുടുംബങ്ങളുടെ ബഡ്ജറ്റൊക്കെ താളം തെറ്റി. പോരാത്തതിന് കൃഷി ചെയ്ത് ജീവിക്കുന്നവർക്ക് വന്യമൃഗങ്ങളുടെ ശല്യവും. ഈ പ്രശ്നങ്ങളെല്ലാം ഒന്നിനോടൊന്ന് കെട്ടുപിണഞ്ഞാണ് കിടക്കുന്നത്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് സാധാരണക്കാരുടെ വിഷമങ്ങളെക്കുറിച്ചാണ്. ഇനി ഈ വിഷമങ്ങളൊക്കെ വോട്ടിംഗ് മെഷീനിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ വികാരങ്ങളെല്ലാം എങ്ങനെയാണ് അക്കങ്ങളായി മാറുന്നത്? നമുക്ക് പട്ടാമ്പിയുടെ തെരഞ്ഞെടുപ്പ് ഡാഷ്ബോർഡിലേക്കൊന്ന് നോക്കാം. പട്ടാമ്പിയുടെ സാമൂഹിക ഘടന മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടുത്തെ ജനസംഖ്യയിൽ 55.3% മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരും 43.7% ഹിന്ദുക്കളുമാണ്. ഈയൊരു സാമൂഹിക ഘടന ഇവിടുത്തെ രാഷ്ട്രീയത്തെ എപ്പോഴും സ്വാധീനിക്കാറുണ്ട്. അതുകൊണ്ടുതന്നെ ഈയൊരു സമവാക്യത്തെ കണക്കിലെടുക്കാതെ ഒരു മുന്നണിക്കും ഇവിടെ മുന്നോട്ടു പോകാൻ സാധിക്കില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നോക്കൂ. ചിത്രം വളരെ വ്യക്തമാണ്. LDFന് കിട്ടിയത് ഏകദേശം പകുതിയോളം വോട്ടാണ്, 49.6%. പ്രധാന എതിരാളിയായ UDFന് കിട്ടിയത് 37.7%, ഏകദേശം 12% വലിയൊരു വ്യത്യാസം. അതായത് ഇതൊരു കടുത്ത മത്സരമായിരുന്നില്ല, മറിച്ച് വ്യക്തമായൊരു ജനവിധിയായിരുന്നു. ഒന്ന് നോക്കിയേ, 77.9% പോളിംഗ്. പട്ടാമ്പികാൾക്ക് രാഷ്ട്രീയത്തിൽ നല്ല താൽപ്പര്യമുണ്ട് എന്നാണ് ഇതിനർത്ഥം. പക്ഷേ ഈ കണക്കിന് വേറൊരു വശം കൂടിയുണ്ട്. വോട്ട് ചെയ്യാൻ വരാതിരുന്ന 22.1% ആളുകൾ, അതായത് 5-1 ഈ വിധി നിർണയത്തിൽ നിന്ന് മാറി നിന്നു. ഒരുപക്ഷെ അവരുടെ നിരാശ കൊണ്ടാവാം, അല്ലെങ്കിൽ നിസ്സംഗത കൊണ്ടാവാം. ഈ നിശബ്ദരായ വോട്ടർമാരുടെ മനസ്സ് ഭാവിയിൽ വളരെ നിർണായകമാകും. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടു. ഇനി അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് പട്ടാമ്പിയിലെ ജനങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്തത്? ഏതെങ്കിലും വ്യക്തികൾക്കപ്പുറം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യവസ്ഥാപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിലവിലെ MLAയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ 2 വശങ്ങളുമുണ്ട്. ഒരു വശത്തു നോക്കിയാൽ അദ്ദേഹം ചെറുപ്പമാണ്, വിദ്യാസമ്പന്നനാണ്, ഒരു നാട്ടുകാരനാണ്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. പോരാത്തതിന് LDFന്റെ ശക്തമായ പാർട്ടി മിഷണറിയുടെ പിന്തുണയുമുണ്ട്. മനസ്സുമിത്ര പോലുള്ള സാമൂഹിക പദ്ധതികൾ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ മറുവശത്ത് നമ്മൾ ആദ്യം സംസാരിച്ച കുടിവെള്ള പ്രശ്നം, പുതിയ പാലം, ഇങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്കൊന്നും ഇതുവരെ പരിഹാരമായിട്ടില്ല. ഇത് ജനങ്ങൾക്കിടയിൽ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നൊരു തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്.
രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണ്. നമ്മുടെ ഭരണഘടന ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. അതുകൊണ്ടുതന്നെ രാഷ്ട്രീയ സംവാദങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിനു പകരം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാവണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഒരുമിച്ച് പരിഹാരം കാണാം എന്നതിലാവണം ശ്രദ്ധ. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. പട്ടാമ്പിയിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം കൂടി വരികയാണ്. 2011 UDF ഇവിടെ അവസാനമായി ജയിച്ചത്. 2016 LDF സീറ്റ് തിരിച്ചുപിടിച്ചു. 2021 ഭൂരിപക്ഷം കൂട്ടി അത് നിലനിർത്തുകയും ചെയ്തു. ഇതിനർത്ഥം ഇപ്പോഴുള്ള രീതി വെച്ച് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ മറികടക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല. വളരെ വ്യത്യസ്തമായ ശക്തമായൊരു പുതിയ സമീപനം തന്നെ വേണ്ടിവരും. ജനങ്ങളുടെ ഈ അതൃപ്തിക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ട്. വിലക്കയറ്റം, ഗൾഫ് പ്രതിസന്ധി, വന്യജീവി ആക്രമണം, ഇതൊക്കെ നമ്മൾ സംസാരിച്ചു. അതുകൂടാതെ ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ഒരുതരം മടുപ്പ് ജനങ്ങൾക്കിടയിലുണ്ട്. പ്രഖ്യാപനങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ടെങ്കിലും അതിൻ്റെയൊന്നും ഗുണം തങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊരു തോന്നല്. ഇതിനെല്ലാം പുറമേ പരമ്പരാഗതമായി ചില പാർട്ടികൾക്ക് മാത്രം വോട്ട് ചെയ്തിരുന്ന ജാതി വിഭാഗങ്ങൾക്കിടയിലും പുതിയ ചിന്തകൾ വരുന്നുണ്ട്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് പ്രശ്നങ്ങളെയും അതിന്റെ കാരണങ്ങളെയും കുറിച്ചാണ്. ഇനി നമുക്ക് പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. പട്ടാമ്പിയിലെ ജനങ്ങളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഒരു സ്ഥാനാർത്ഥിക്ക് എന്തു ചെയ്യാൻ കഴിയും? എന്തായിരിക്കണം മുന്നോട്ടുള്ള വഴി? വോട്ടർമാരുടെ പലതരത്തിലുള്ള ആവശ്യങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ആശയമാണ് ചതുർമുഖ സിദ്ധാന്തം. ഇത് പുരാണമല്ല, ഇതൊരു സ്ട്രാറ്റജിയാണ്. അതായത്, ഒരു വശത്ത് ഭരണത്തിലെ തെറ്റുകളെ ശക്തമായി എതിർക്കുമ്പോൾ തന്നെ ശിവൻ ജനങ്ങൾക്ക് സ്ഥിരത നൽകുന്ന ഒരു ബദൽ മാർഗം മുന്നോട്ട് വയ്ക്കണം. വിഷ്ണു പഴയ പ്രശ്നങ്ങൾക്ക് പുതിയ പരിഹാരങ്ങൾ കണ്ടെത്തണം. ബ്രഹ്മാവ് അതോടൊപ്പം വിലക്കയറ്റം പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുമെന്ന ഉറപ്പും നൽകണം. ദുർഗ ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയ സമീപനമുണ്ടാകുന്നത്. ഒരൊറ്റ വാഗ്ദാനം കൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന കാലം കഴിഞ്ഞു. ഓരോ വിഭാഗം ആളുകളോടും അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കണം. ചെറുപ്പക്കാരോട് തൊഴിലിനെക്കുറിച്ച് സംസാരിക്കണം. സ്ത്രീകൾക്ക് സാമ്പത്തിക ഭദ്രതയും സുരക്ഷയും ഉറപ്പാക്കണം. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കണം. ഗൾഫിൽ നിന്ന് തിരികെ വന്നവരുടെ പുനരധിവാസത്തിന് പദ്ധതികൾ വേണം. ഇങ്ങനെ ഓരോ വിഭാഗത്തിന്റെയും പ്രശ്നമെന്താണോ അതിന് കൃത്യമായ മറുപടി വേണം. വെറും വാഗ്ദാനങ്ങൾ പോരാ, ജനങ്ങൾക്ക് നേരിട്ട് കാണാനും അനുഭവിക്കാനും പറ്റുന്ന വലിയ മാറ്റമുണ്ടാക്കുന്ന 3 കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. 1. പട്ടാമ്പിയുടെ ഏറ്റവും വലിയ സ്വപ്നമായ പുതിയ പാലം, അതിന്റെ നിർമ്മാണം വേഗത്തിലാക്കുക. 2. കുട്ടികളുടെ മാനസികാരോഗ്യത്തിനുള്ള മനസ്സുമിത്ര പോലുള്ള നല്ല പദ്ധതികൾ കൂടുതൽ സ്കൂളുകളിലേക്ക് എത്തിക്കുക. 3. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ മലിനജല പ്ലാന്റ് പൂർത്തിയാക്കുകയും ജലവിതരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ഇന്നത്തെ കാലത്ത് ഭരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജനങ്ങളുടെ ഡേറ്റ കൈകാര്യം ചെയ്യുന്നത്. ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയെ നമ്മൾ മാനിക്കണം. അവരുടെ സമ്മതമില്ലാതെ അവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതോ ഉപയോഗിക്കുന്നതോ ശരിയല്ല. ഇന്ത്യയുടെ പുതിയ ഡേറ്റ സംരക്ഷണ നിയമം ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇത് വെറുമൊരു നിയമത്തിന്റെ കാര്യമല്ല, ജനങ്ങളും ഭരണാധികാരികളും തമ്മിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനം കൂടിയാണ്. ഇത്രയും കാര്യങ്ങൾ വിലയിരുത്തി കഴിയുമ്പോൾ ഈ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്ന പ്രധാന നിർദ്ദേശം ഇതാണ്: പട്ടാമ്പിയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെ മറികടക്കാൻ ജനങ്ങളുമായി അടുത്ത ബന്ധമുള്ള ഊർജ്ജസ്വലനായ ഒരു പുതിയ പ്രാദേശിക മുഖം ആവശ്യമാണ്. പഴയ പ്രവർത്തന രീതികളെ മാറ്റിമറിച്ച് അണികൾക്ക് പുതിയൊരു ആവേശം നൽകാൻ അങ്ങനെ ഒരാൾക്ക് സാധിച്ചേക്കാം. അപ്പോൾ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്കെത്തുകയാണ്. ഓർക്കുക, ഈ ഡേറ്റയും കണക്കുകളും തന്ത്രങ്ങളുമെല്ലാം വെറും ഉപകരണങ്ങൾ മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതാണ്. രാഷ്ട്രീയമെന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു മാർഗമാണ്. അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി. പട്ടാമ്പിയിലെ സാധാരണക്കാർ അസാധ്യമായ കാര്യങ്ങളോ വലിയ അത്ഭുതങ്ങളോ അല്ല ചോദിക്കുന്നത്. അവർക്ക് വേണ്ടത് അന്തസ്സോടെ ജീവിക്കാനുള്ളൊരവസരമാണ്. തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും സുരക്ഷിതത്വം വേണം. തങ്ങളുടെ മക്കൾക്ക് തങ്ങളെക്കാൾ നല്ലൊരു ജീവിതം കിട്ടാനുള്ളൊരു സാഹചര്യം വേണം. ഏതൊരു ഭരണകൂടത്തിന്റെയും അടിസ്ഥാനപരമായ കടമയും ഇതുതന്നെയാണ്. നിങ്ങൾ ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നൊരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai-യുമായി mgr@blueprintstrategies.ai എന്ന ഇമെയിലിലോ 08042041602 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. രാഷ്ട്രീയത്തിനപ്പുറമുള്ള ലക്ഷ്യം.